രഞ്ജിത്തമ്പാടി, ഞാൻ രണ്ട് വശവും പറഞ്ഞു. ആർട്ടിക്കിൾ 370 നിലനിന്നപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥ ഗൗതം പറഞ്ഞു. പിൻവലിച്ച ശേഷമുള്ള അവസ്ഥ ഞാൻ നേരിൽ കണ്ടു. പഹൽഗാമിന് ശേഷമുള്ളതും അതിനുശേഷമുണ്ടായ കാര്യങ്ങളും എന്തായിരുന്നു. ഈ 370 നിലനിന്നപ്പോൾ ഉണ്ടായിരുന്നൊരവസ്ഥ എന്ത് മാറ്റമാണത് ജമ്മു കശ്മീരിൽ ജനങ്ങൾക്ക് കൊണ്ടുവന്നത്? പ്രദീപ് സാർ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കാലത്ത് എൻ്റെ ജ്യേഷ്ഠൻ ഒരു സൈനികനാണ്, ജമ്മു കശ്മീരിൽ ജോലി എടുത്തിട്ടുണ്ട്, വളരെ ചെറിയ പ്രായത്തിലൊക്കെ പോയത്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് ഒരു കാലത്ത് അവിടെ ഈ മെഷീൻ ഗണ്ണും AK-47 കയ്യിൽ വയ്ക്കാനേ പറ്റുള്ളൂ. അതൊരു കളിപ്പാട്ടമായി കയ്യിൽ വച്ചിരിക്കാൻ മാത്രം, ആഡംബരം മാത്രമേ പറ്റുള്ളൂ. അലങ്കാരം. പെൺകുട്ടികളും സ്ത്രീകളും വരെ കല്ലെറിയുകയും ചെരുപ്പ് കൊണ്ട് എറിയുകയും ചെയ്യുക. തിരിച്ചൊരു നോട്ടം കൊണ്ടുപോലും നോക്കാൻ പറ്റില്ല. തിരിച്ച് തോക്കെടുക്കണ്ട, തിരിച്ചൊന്ന് നോക്കണമെങ്കിൽ ഡൽഹിയിൽ നിന്ന് അന്നത്തെ പ്രധാനമന്ത്രിയുടെ, അന്നത്തെ UP അധ്യക്ഷയുടെയും അനുവാദം വാങ്ങിക്കണം. മാഡം, ഞങ്ങളെ ഇങ്ങനെ ആക്രമിക്കുകയാണ്, തുറിച്ച് നോക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് വെറുതെ തോക്കെടുക്കട്ടെ എന്ന് ചോദിക്കാൻ. അത്രയും ഗതികേടായിരുന്നു ഇന്ത്യയുടെ സൈനികന്. ഈ രാവും പകലുമില്ലാതെ ഈ അതിശൈത്യത്തിൽ ഏറ്റവും ദുർഘടമായ അവസ്ഥയിൽ ഇന്ത്യയുടെ ജനതയ്ക്ക് ആ സംരക്ഷണം ഒരുക്കി കാത്തു നിന്ന്, അതായത് നമ്മുടെ രക്തം പോലും ഉറഞ്ഞു പോകുന്ന ഐസ് കട്ടയാകുന്ന ആ അവസ്ഥയിൽ നിൽക്കുന്നവനാണ്. അവൻ്റെ മുഖത്ത് ഇവന്മാർ കരണത്തടിക്കും, തിരിച്ചു ഒന്ന് നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ സധൈര്യം ഇന്ത്യയുടെ സൈന്യത്തിന് അവിടെ ഇടപെടാൻ കഴിയുന്നത്. ഞാൻ 2022 പോയപ്പോൾ ഈ സോൻമാർഗിൽ എനിക്കൊരു സംഭവം ഉണ്ടായി. സോൻമാർഗിൽ വന്നപ്പോൾ ഇപ്പോഴും അവിടുത്തെ ജനതയുടെ മനസ്സ് മാറിയിട്ടില്ല എന്നുള്ളത്, പൂർണ്ണമായും മാറിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു വിഭാഗം മാത്രമേ മാറിയിട്ടുള്ളൂ. ഇപ്പോഴും പാകിസ്ഥാനോട് താല്പര്യമുള്ള, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ തീവ്രവാദികളോട് ആശയപരമായി താല്പര്യമുള്ള ഒരു വിഭാഗം അവിടെ ഉണ്ട്. അവിടെ ഞങ്ങളോട് ഞങ്ങൾ മലയാളികളുടെ 1-2 ഫാമിലിയോട് വളരെ മോശമായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ഓടിച്ചെന്ന് ഞങ്ങൾക്ക് പറയാൻ ഒരു സൈനികരുടെ ഒരു കൂട്ടമുണ്ട്. അതിലൊരു തമിഴ് ഒരാളുണ്ട്. പറഞ്ഞു തീരുന്നില്ല. അതിനു മുമ്പേ അവരിങ്ങനെ ഇറങ്ങി ഈ തോക്കുമായിട്ട് വരികയാണ്. അവർക്ക് ധൈര്യമുണ്ട്. ഇനി ഇടപെടണമെങ്കിൽ ഇടപെടാം, ഫയർ ചെയ്യണമെങ്കിൽ ഫയർ ചെയ്യാം. അതോടുകൂടി ഇവന്മാർ പിന്തിരിഞ്ഞോടുക. അപ്പോൾ ആ സൈനികൻ പറഞ്ഞത്, അയാൾ അവിടെ വന്നിട്ട് പല കാലങ്ങളായി, ഈ 19 ശേഷമാണ് ഒരു ആർജവത്തോടു കൂടി, ഒരു സൈനികൻ എന്ന അന്തസ്സോടുകൂടി ജമ്മു കശ്മീരിൽ നിൽക്കാൻ കഴിയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിലെ ഏറ്റവും വലിയ വിഷയം. ഈ സൈന്യത്തിന്, ഇന്ത്യയുടെ ഭാരത സൈന്യത്തിന് ഒരു ആത്മാഭിമാനം ഉണ്ടാക്കാൻ പറ്റി. രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാൻ അന്ന് പോയ പത്താൻകോട്ടിലെ ഒരു ടാക്സി ഡ്രൈവറെയാണ് കൊണ്ടുപോയത്. കാരണം നമുക്ക് ഒരു സിഖുകാരനാകുമ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വാസം ഉണ്ടാവുമല്ലോ. അയാൾ എന്നോട് പറഞ്ഞത്, അയാളുടെ കുടുംബം പത്താൻകോട്ടിലാണ്. അയാളുടെ അച്ഛൻ ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. 2019 മുൻപ് ഇയാൾ അവിടേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ഇയാളുടെ ഈ സിഖുകാരനെന്നുള്ള വേഷഭൂഷാദികൾ പൂർണ്ണമായും ഇല്ലാതാക്കണം. പലപ്പോഴും പോകാൻ കഴിയില്ല. ഈ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന അതിൻ്റെ ഇടയിൽ പലപ്പോഴും ഇയാളുടെ വണ്ടി തിരികെ അയക്കും. ഇയാളുടെ കാറിലുള്ള ഈ ടൂറിസ്റ്റുകളുടെ അവരുടെ കാറിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ സമാധാനത്തോടു കൂടി ശ്രീനഗർ എന്ന സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞത് 19 ശേഷമാണ്. ഞാൻ ആലോചിക്കണം, ഇവിടെ ഇരിക്കുന്ന ഈ കേരളത്തിലിരുന്ന് കൊണ്ട് ഈ ഫേസ്ബുക്കിലൂടെയും എഴുതുന്ന ഈ ആളുകളുണ്ടല്ലോ, ഇവന്മാർക്ക് ഇതിൻ്റെ ABCD അറിയില്ല. അവിടെ ജീവിച്ച കശ്മീരിൻ്റെ അല്ലെങ്കിൽ ജമ്മുവിൻ്റെ ഒരു അതിർത്തിക്കപ്പുറത്ത്, ഒരു വെളിപ്പാടകലെ ജീവിച്ച മനുഷ്യൻ പറയുകയാണ്, ആ അതിർത്തി കടന്നു പോകാൻ നമുക്ക് ഫത്വയായിരുന്നു, നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. അവിടെ ഞാൻ താമസിച്ച ഹോട്ടലിലെ മുസ്ലിമാണ്, അയാൾ അവിടുത്തുകാരൻ. അയാൾ പറയുന്നത്, എങ്ങനെയെങ്കിലും ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ജീവിക്കാൻ കഴിയുന്നുണ്ട്, ഹോട്ടലിൽ മുറി എടുക്കാൻ ആൾ വരുന്നുണ്ട്, എങ്കിൽ പോലും അവിടെ വെള്ളിയാഴ്ചകളിൽ ഇറങ്ങരുതേ, വെള്ളിയാഴ്ചകളിൽ പുറത്ത് 6 മണിക്ക് മുൻപായിട്ട് തിരികെ വരണമേ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും അവിടെ വികസനത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാട്. ഞാൻ പറഞ്ഞതുപോലെ പണ്ട് ഈ പറയുന്ന പട്ടാളത്തിനെ കല്ലെറിയാൻ വേണ്ടി മാത്രമാണ് ഈ ചെറുപ്പക്കാർ ഉണ്ടായിരുന്നത്. ഇവന്മാർക്കും ബോധം വന്നു തുടങ്ങി. ആളുകൾ വരുന്നു, ലോകത്തിന് മുന്നിൽ നമ്മളൊരു പുതിയ വാതായനം തുറക്കുകയാണ്. നമുക്കും ജീവിക്കണം. കാരണം ഈ ജിഹാദി പണിയുമായിട്ട് പോയിട്ട് കാര്യമില്ല. പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിക്കുക, അരിപ്പാവാൻ മാത്രമേ ഭാവിയിൽ കഴിയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഉള്ളതുകൊണ്ട് നമുക്കിനി ജീവിക്കണമെന്നൊരു ചിന്ത ആ താഴ്വരയിലെ ജനങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അത് ഒരിക്കലും സാധ്യമാക്കരുത് എന്ന് പറഞ്ഞതാണ് പഹൽഗാം ആക്രമണം എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇരുന്നു കൊണ്ട് ആർട്ടിക്കിൾ 370 ഇപ്പോഴും പുനഃസ്ഥാപിക്കണമെന്ന് പറയുന്നവന്മാർ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി സമരത്തിൻ്റെ പേരിൽ നടത്തിയ ആഭാസത്തിൽ മുഴുകിക്കേണ്ടത് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്നാണ്. അതുപോലെയുള്ള
രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടക്കുന്നു. ഈ കൊച്ചു കേരളത്തിൽ ഇരുന്നു കൊണ്ടും ഇന്നും നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമം ഇതെടുത്തെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും അവരുടെ നിലപാടെന്താണ്? കശ്മീരി ജനതയുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു നരേന്ദ്രമോദി. എന്ത് സ്വാതന്ത്ര്യം? അവിടുത്തെ കാശ്മീരിലെ യഥാർത്ഥ ജനങ്ങൾ ഇപ്പോഴാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. ഇതുവരെ അടിമകളായിരുന്നു. ഈ പാകിസ്ഥാനിലെ ഈ കള്ളന്മാരുടെ, ഈ തീവ്രവാദികളുടെ, ഈ തെമ്മാടികളുടെ, ജിഹാദികളുടെ വെറും ചട്ടുകം മാത്രമായിരുന്നവർ ഇന്ന് ആത്മാഭിമാനത്തോടെ ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നു. അവരെ കണ്ട് തൊട്ടപ്പുറത്തുള്ള POJKയിലുള്ള ആളുകൾ ചിന്തിക്കുകയാണ്, ഞങ്ങൾക്കും ഇന്ത്യയുടെ ഭാഗമായി കൂടെ. അന്ന് തുടങ്ങിയതാണ്, 19 തുടങ്ങിയതാണ് അവിടുത്തെ കലാപം. ഇന്നിപ്പോൾ ഞാൻ വായിച്ചു, ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടും ഞാൻ ഏതോ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അവിടെ വലിയ കലാപം നടക്കുകയാണ് POJKയിൽ. എന്തിനാണ്? ഈ മുടിഞ്ഞ പാകിസ്ഥാനിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഈ പാകിസ്ഥാൻ എന്ന പേര് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് ഇന്ത്യയുടെ കീഴിൽ വരണം. അത് രണ്ടാമത്തെ കാര്യം. അത് വരുമോ വരാതിരിക്കുമോ? എനിക്ക് ഇപ്പോഴും വിശ്വാസമുള്ളത് നരേന്ദ്രമോദി എന്ന ഒരു അതിമാനുഷികനായ മനുഷ്യൻ അധികം താമസിക്കാതെ തന്നെ POJK ഇന്ത്യയുടെ ഒപ്പം ചേർക്കും. അതിൽ അമിത്ഷാ അടക്കമുള്ള ആളുകൾ അതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് സംഭവിക്കട്ടെ. ഞാനിപ്പോഴും പറയുന്നത്, അങ്ങനെ ഈ ജമ്മു കശ്മീർ താഴ്വരയിലെ സമാധാനവും അവിടെ ഉണ്ടായ വികസനവും ഒരു ജനതയെ പാകിസ്ഥാനിൻ്റെ ഭാഗമായി, പാകിസ്ഥാൻ അനധികൃതമായി പിടിച്ചു വച്ചിരിക്കുന്ന ഒരു ഭാഗത്ത് ജനങ്ങളെ പ്രചോദിപ്പിച്ചുവെങ്കിൽ അതിനേക്കാൾ വലിയൊരു വിജയം ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിൽ പിന്നിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി വിട്ടുപോയ ഒരു സംഗതി. അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, തീത്വാൽ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട്. തീത്വാൽ ബ്രിഡ്ജ് ഉണ്ട്. തീത്വാൽ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, ആ ഗ്രാമത്തിലേക്ക് എല്ലാ സിവിലിയൻസിനും പ്രവേശനമില്ല. സൈന്യത്തിന്റെ പ്രത്യേക അനുമതി, നമ്മുടെ ID കാർഡ് സഹിതം സമർപ്പിച്ച് സൈന്യത്തിന്റെ അനുമതി നേടിയ ശേഷം ഒരു പെർമിറ്റോട് കൂടി മാത്രമേ അങ്ങോട്ട് കടക്കാൻ കഴിയൂ ആ ഗ്രാമത്തിലേക്ക്. അല്ലെങ്കിൽ ഗ്രാമവാസികൾക്കും ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും പോലീസിനും മാത്രം പ്രവേശനമുള്ള ഒരു പ്രദേശമാണ്. അതിന്റെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ഈ തീത്വാൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ആ നദിക്ക് കുറുകെ, അതായത് നീലം റിവർ എന്ന് പാകിസ്ഥാൻ പറയുന്ന നമ്മുടെ കിഷൻ ഗംഗയുടെ കുറുകെയുള്ള ഒരു പാലമാണ്, നടപ്പാലമാണ്, അത്യാവശ്യം വീതിയുള്ള. ആ പാലത്തിന്റെ നടുക്ക് ഒരു വെള്ള വര വരച്ചിട്ടുണ്ട്. പാലത്തിന്റെ പകുതി ഭാരതത്തിൻ്റെതും പകുതി പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് ജമ്മു കാശ്മീരിന്റെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ പിടിച്ചു വച്ചിരിക്കുന്നതുമാണ്. ഞാൻ പറഞ്ഞത്, അങ്ങോട്ടുള്ള യാത്രയിൽ ഈ നദിക്ക് ഇക്കരെ കൂടി കുറച്ചധികം ദൂരം നടന്നും വാഹനത്തിലും സഞ്ചരിച്ചു. അപ്പോൾ എനിക്ക് ഒരു സൈനിക സുഹൃത്ത് കാണിച്ചു തന്നാണ്, അപ്പുറത്ത് POJK ആണല്ലോ, പുഴയുടെ അക്കരെ, ഓക്കെ ശരി, ഒരു അതിർത്തിയുണ്ട്. എന്നിട്ട് എന്നോട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്ന പുഴത്തീരത്ത് നിന്ന് മുകളിൽ, കുന്നിൻ മുകളിൽ ഒരു പിക്കറ്റ് പോസ്റ്റ് പാകിസ്ഥാന്റെ, ഇതിന്റെ അകത്ത്. അതായത് നമ്മളൊരു മതിൽ കെട്ടി നമ്മളൊരു വീട് താമസിക്കുന്നു, നമ്മുടെ ശത്രു, റോഡിന് അക്കരെ താമസിക്കുന്ന ശത്രുവിന്റെ ഒരു മുറി നമ്മുടെ പറമ്പിന്റെ മുകളിലത്തെ മൂലയ്ക്ക് വെച്ചാൽ എങ്ങനെ ഇരിക്കും? യാഥാർത്ഥ്യമാണ്. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയായതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഈ ഹരിസിംഗിന് ധാരണയുണ്ടാക്കി ഭാരത സൈന്യം ഇവരെ തുരത്തി പിന്നിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടമെത്തിയപ്പോൾ ആണ് മറ്റദ്ദേഹത്തിന്റെ ബോധം ഉണർന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റേറ്റ്സ്മാൻ ആകണമല്ലോ, നേരെ ഓടി UN-ലേക്ക് കൊണ്ടുപോയി. UN-ലേക്ക് കൊണ്ടുപോയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് ഉണ്ട്, വെടിനിർത്തണം, സ്റ്റേറ്റസ് കോ എന്ന് പറഞ്ഞ് എന്റെ വീട് കൊള്ളയടിക്കാൻ വന്നവൻ എന്റെ മുകളിലത്തെ ബെഡ്റൂമിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ സ്റ്റേറ്റസ് കോ പ്രഖ്യാപിച്ചു. എന്ന് വെച്ചാൽ ഇനി ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അവൻ ഇവിടെ ഇരിക്കാം. അപ്പോൾ ജോഗ്രഫിക്കലി നമുക്ക് ഈ കാർഗിൽ അടക്കമുള്ള വിഷയങ്ങളുണ്ടായത് നമ്മുടെ പല മേഖലകളിലും നമ്മുടെ സൈനികരുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് ഒരു പ്രധാന കാര്യം, പലപ്പോഴും പിന്നിലാണ് ശത്രു ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് മുകളിലാണ് ശത്രു ഇരിക്കുന്നത്. അന്നൊരു അല്പം കൂടി ക്ലിയർ ചെയ്ത് ഈ പ്രദേശം മുഴുവൻ, ഒരു പ്രദേശം ഒന്ന് ക്ലിയർ ആക്കുന്നത് വരെ ഇദ്ദേഹത്തിന്റെ ഈ മോഹം, ഈ അതിമോഹം ഒന്ന് അടക്കി വെച്ചിരുന്നുവെങ്കിൽ കുറഞ്ഞപക്ഷം സുരക്ഷിതമായി നമ്മുടെ ഒരു ഭാഗം നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. ഇതേ അവസ്ഥ പിന്നീട് മകളും ആവർത്തിച്ചു.